നമസ്കാരം. ഞാൻ പന്തളം ബാലൻ. എല്ലാവർക്കും സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. മീഡിയ പ്ലസിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഏറ്റവും നന്മയും സന്തോഷവും ഐശ്വര്യവും ഒക്കെ നിറഞ്ഞ ഒരു ഓണക്കാലം ഹൃദയപൂർവ്വം നേരുന്നു. മീഡിയ പ്ലസിന്റെ ഓണവിശേഷങ്ങളിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. കാടിന്റെ മരുന്നുകളും മന്ത്രങ്ങളും ജീവിത ദർശനമാക്കിയ പാരമ്പര്യം, കാട്ടറിവുകളുടെ അക്ഷയഖനി, പത്മശ്രീ പുരസ്കാരം നേടിയ ലക്ഷ്മിക്കുട്ടി അമ്മയാണ് ഇന്ന് നമ്മളോടൊപ്പമുള്ളത്. തന്നെ തേടി കാടും മലയും കടന്നെത്തുന്നവർക്ക് സ്നേഹസ്പർശമാണ് ലക്ഷ്മിക്കുട്ടിയമ്മയുടെ ചികിത്സാരീതി. സ്വാഗതം ലക്ഷ്മിക്കുട്ടിയമ്മ. എങ്ങനെയാണ് ഈ ഒരു നാട്ടുവൈദ്യത്തിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു പാരമ്പര്യ വൈദ്യത്തിലേക്ക് എത്തിച്ചേർന്നത്? നമ്മൾ കാടിലല്ലേ പിറന്നു വളർന്നത്, അതുകൊണ്ട് തന്നെ എന്ത് തിന്നാം എന്ത് തിന്നുകൂടാ എന്നുള്ള പലതരം സസ്യങ്ങളുടെയാണ് വനമേഖലയിലെ പ്രകൃതി. വിഷമുണ്ട്, ഗുണമുള്ളതുണ്ട്, ഗുണമുള്ളതും ഇല്ലാത്തതും വേർതിരിച്ചറിയണം. മുതിർന്നവരോടൊപ്പം നടന്ന് അത് തിന്നരുത്, അത് പിടിക്കരുത്, തുടരുത് എന്നൊക്കെ അവർ താറ്റി വിടും. അപ്പോഴും നമുക്ക് മനസ്സിലാവും തിന്നാനുള്ള അത് തിന്നോ, അല്ലെ വല്ല വേദനയൊക്കെ വന്നാലും നിസ്സാരമായിട്ട് അവർ പറയും. അമ്മയായാലും ആരായാലും മുതിർന്നവർ പറയാം, ഇന്ന ഇല പറിച്ച് ചവച്ച് നോക്ക്, തിന്ന് നോക്ക്, തിന്ന് കാണുന്നേ പറയുള്ളൂ, തിന്ന് കാണും. അപ്പം നമ്മളതുപോലെ പറഞ്ഞാൽ പറിച്ച് തിന്നും. അത് 2 പച്ചിലയുണ്ട്, അത് ഒന്നിൻ്റെ ദിക്ക് നോക്കണം. വടക്കോട്ട് ഇങ്ങനെ തുമ്പ് തിരിഞ്ഞിരിക്കണ ഇല ഒന്നിന്നൊന്ന് അങ്ങനെ 6 മരത്തിൽ നിന്ന് 6 ഇല എടുക്കുക. വേറൊരു ചെടി അതുപോലെ 4-5 ഇല എടുക്കുക. പച്ചയ്ക്ക് ചവച്ചങ്ങ് തിന്നുക. അപ്പോൾ നീർക്കെട്ട ന്യൂമോണിയ പോലത്തെ നെഞ്ച് വേദന ഒക്കെ അപ്പോഴേ പിടിച്ചെട്ടിയോടെ നിൽക്കും. 1 ഡോസ് കഴിച്ചാൽ മതി.
അതുപോലെ കിഴങ്ങ് വർഗ്ഗങ്ങളും പച്ചില പഴവർഗ്ഗം ഒക്കെ ഉണ്ടല്ലോ കാട്ടിൽ പല ഇനം ഓരോ സീസണിൽ. അത് വലിയവരെ കൂടെ നടന്ന് കണ്ടും കേട്ടും എടുത്തും. പ്രത്യേകിച്ചും പെൺകുട്ടികളുടെ അമ്മമാര് അമ്മായിമാര് അവരൊക്കെയാണ് നിയന്ത്രിക്കുന്നത്. ആണുങ്ങൾക്ക് ആൺപിള്ളേർ, അതിൽ അപ്പനാണ് നമുക്ക് അപ്പനമ്മ. അപ്പന്മാരും ശരി അമ്മാവന്മാരും ശരി അവരോടൊപ്പം കാട്ടിൽ വേട്ടയ്ക്കും അതിനും ഇതിനൊക്കെ പങ്കെടുത്ത് അവരത് പഠിച്ചോളും. കിഴങ്ങിൻ്റെ സീസൺ നമുക്ക് കിഴങ്ങ് തോണ്ടാൻ പോകും കാട്ടിലൊക്കെ. പിന്നെ അങ്ങനെ ജോലി 7 വയസ്സ് വരെ കളിക്കാൻ സമ്മതിക്കൂ. 7 വയസ്സ് കഴിഞ്ഞാൽ മുതിർന്നവരോടൊപ്പം അവർ പറഞ്ഞ ജോലിയൊക്കെ ചെയ്യണം. അത് കൃഷിയുടെയും ശരി പ്രകൃതിയുടെയും ശരി നമ്മുടെ ജീവിതത്തിൻ്റെയും ഒരു ഭാഗമാണ്. അങ്ങനെ ചെയ്ത് ശീലിച്ച ഒരു മുതിരുമ്പോൾ ഇത് അറിവ് വളരുകയാണ്. ഒന്നത് കണ്ടറിവ്, കേട്ടറിവ്, കൊണ്ടറിവ്, കൊടുത്തറിവ്. അത്രയും അറിവാണ് നമ്മളെ സമ്പാദ്യം. കൊണ്ടറിവ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരാൾ മുള്ളു കൊണ്ടായാലും എന്തിനായാലും വേദനയാകും. അപ്പോൾ അയാളുടെ വേദന നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമുക്കതുപോലെ ഒരു അനുഭവം ഉണ്ടാവണം. സ്വന്തം അനുഭവത്തിലൂടെ ചുറ്റുപാട് നടക്കുന്ന പ്രകൃതിയിലൂടെ എന്താണ് നമ്മളെ പരിസരത്തൊക്കെ ഉണ്ടാവണം അതൊക്കെ കണ്ടും കേട്ടറിയണം. അതുപോലെ ജീവികൾ മുതിർന്നവർ കുഞ്ഞുങ്ങളായിരിക്കും മുതിർന്നവർ പറയും ഭീഷണിയുള്ള മൃഗങ്ങളുണ്ട്, തിന്നാൻ കൊള്ളുന്ന മൃഗങ്ങളുണ്ട്. അതൊക്കെ കണ്ടും കേട്ടും പഠിക്കണം. കാട്ടിലറിവ് ഇവിടെ വന്ന പെണ്ണുങ്ങളായാലും ആരായാലും ചോദിക്കും ഇതുപോലെ സംശയങ്ങൾ. അമ്മ എങ്ങനെ പഠിച്ചു? ഞാൻ പറഞ്ഞ കാട്ടെരുമയെ നീന്തൽ പഠിപ്പിക്കണ്ട, വെള്ളം കാണുമ്പോൾ അത് നീന്തിക്കോളും, കാട്ടിൽ മേഞ്ഞോളൂ, അതിനാരും പഠിപ്പിക്കണ്ട. അതുപോലെയാണ് നമ്മളെ ജീവിതം. ഇന്നല്ല, ഒരു യുഗം കഴിഞ്ഞു. അതെ, സ്വതന്ത്ര ഭാരതത്തിലല്ല, പണ്ട് മലയുടെ ഉടയവരാണ്. ഞങ്ങൾ മലയരയന്മാരാണ് പൊതുവെ. അതിൻ്റെ കഥ പറഞ്ഞിട്ട് പിന്നോട്ട് പോകേണ്ടി വരും. അത് അന്നിരുന്ന മൂപ്പിലാന്മാർ സംഘം ചേർന്ന് ഒരു ഐഡിയ ഉണ്ടാക്കി അളന്ന് കാട്ടുകമ്പ് വെട്ടി 12 മാറ് നീളത്തിൽ കാട്ടുകമ്പ് വെട്ടി തെക്ക് തോവാള മുതലാണ് അളന്നുകൊണ്ട് വന്നത്. ഇവിടെ വരെ അളന്നു, പൊന്മുടി സീതയറ വരെ. അവിടെ ചെന്നപ്പോൾ മാനവും ഭൂമി ഒന്നിച്ചപ്പോൾ അതിനപ്പുറം സ്ഥലമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ വേറൊരാൾ ചെന്ന് നോക്കിയപ്പോൾ അങ്ങോട്ട് മാനം പൊങ്ങി കിടക്കുന്നു, ഭൂമി കിടക്കുന്നു. അങ്ങനെ കണ്ടു മതിച്ചത് കള്ളാട്, ചൂണ്ടിപ്പറഞ്ഞിടം, ചൂരോട് എന്നൊക്കെ സ്ഥലങ്ങളായി. ഈ അളന്ന പ്രദേശത്തിന് ഇവർ കാണി എന്ന പേരിട്ട് കല്ലിട്ടു. ഓരോരോ മരം, പൊയ്ക, പാറക്കെട്ട്, ആറ, തോട, ഇതൊക്കെയാണ് അളവിൻ്റെ അതിർത്തി. അങ്ങനെ സർവേ ചെയ്തിട്ടാണ് കാണി എന്നാക്കി. അവിടെ താമസിക്കുന്നവരെ കാണിക്ക് ഒടയരെന്ന അർത്ഥത്തിൽ കാണിക്കാരെന്നായി. അങ്ങനെയിപ്പോ നമ്മള് കൊല്ലം ജില്ലവരെ കാണിക്കാറ്, തെന്മല വരെയാണ്. അതിനപ്പുറം വീണ്ടും മലയരയന്മാര്. നമ്മൾ പൊതുവെ പറഞ്ഞ മലയരയന്മാരെന്നെ പറയും. അരജൻ എന്ന് വെച്ചാൽ രാജാവ്, മല അരജൻ. മലയുടെ രാജാവ്. മലയരയന്മാർക്ക് മല സ്വന്തമല്ല, നാട്ടരജന് നാട് സ്വന്തമില്ല, കടലരജന് മുക്കൂര്, അവർക്ക് കടല് സ്വന്തമല്ല. അതുപോലെ ഓട്ടരയന്മാർ, ഇവർക്കെല്ലാം പാത്രവും ചട്ടിയും കലൊക്കെ ഉണ്ടാക്കി കൊടുത്താണ് കുശോവന്മാർ. ഓട്ടരയെന്നാണ് നമ്മളെ ആൾക്കാർ പറയാറ്. അവർക്ക് നാട്ടുതൊഴിലും സ്വന്തമല്ല. അങ്ങനെയാണ് നമ്മളുടെ ചരിത്രം. കാടും മലയും രായും പോലെ നമ്മൾ കാട്ടിലല്ലേ നടന്ന് ജീവിക്കണം, കിടക്കാനും തങ്ങിക്കിടന്നും ഒക്കെ പോവും. അതുപോലെ പല ജാതിക്കാരും വരും കാട്ടിൽ നമ്മളെ സേവയ്ക്ക് വേല ചെയ്യാൻ, അവരുടെ ജീവിതം നടത്താൻ. ജോലി ചെയ്ത കൃഷിപ്പണിയുണ്ട്, കാട് വെട്ടി പിന്നെ നെല്ല്, മരിച്ചിനി, തേന, ചാമ മുതലായൊക്കെ വിതച്ചെടുക്കും. പണ്ടെങ്കിൽ ഈ സമയത്ത് ഓണം വരണം എന്ന് പറഞ്ഞിട്ട് അവലിടിക്കണം. മരവിരളാണ്, ഇടിച്ചെടുക്കണം അവല്. ഇടിയവലും പഴവുമാണ് മുഖ്യം കാപ്പിക്ക്, കരിപ്പെട്ടി കാപ്പി. അന്ന് കള്ളുകൂടിയല്ല, ഇന്ന് സർക്കാർ കുടിപ്പിച്ചു വിടായില്ലേ. ഓണത്തിന് കിറങ്ങനാളും വല്ല തെങ്ങും കുഴിയില്ല, റോട്ട് വക്കില്ല, വാഴ കുഴിയില്ല. അങ്ങനത്തെ കാലം. അന്നൊക്കെ ഒരു ഉത്സാഹമാണ്. ഓണം എന്ന് പറഞ്ഞാലേ തുടങ്ങും അങ്ങ്. നമ്മൾ കർക്കിട 1, ചിങ്ങ 1, ഓണം, ഇത്രയും കാണിമൂപ്പൻ്റെ അഥവാ മൂട്ടുകാണിയുടെയോ പോറ്റിക്കാരണന്മാരെയോ എവിടെയെങ്കിലും വീട് കാണും. അവിടെ പാട്ടപ്പര എന്ന് പറയും, പാട്ടപ്പര കൂട്ടം കൂടാനുള്ള. ഈ ഇന്നത്തെ കമ്മ്യൂണിറ്റി കാലമാണ്. പണ്ട് ഇറയിലയിൽ വെച്ച് കെട്ടിയിട്ടേക്കും, വലിയ തീയും കൂട്ടിയിടും ഒരിടത്ത്. തീയും കാച്ചിരുന്ന ആൾക്കാർ മരിച്ചിന് ചുട്ടതിന് വല്ല കാപ്പിയിടുക, അങ്ങനെയൊക്കെ. ജോലി കഴിഞ്ഞിട്ട് ഏത് ദൂരെ പോയാലും ജോലി കഴിഞ്ഞിട്ട് വാച്ചല്ലല്ല, മാനത്ത് ആദിത്യന് മലയിലെ വെയിൽ കണ്ട്
വേലയും മതിയാക്കി വന്ന് ആറ്റിലൊക്കെ പോയി കുളിച്ച് തൊട്ടിലൊക്കെ കുളിച്ചിട്ട് ഒരു നേരമാകുമ്പോൾ തിന്നെങ്കിൽ തിന്ന് കുടിച്ചെങ്കിൽ കുടിച്ചു എല്ലാവരും കൂടെ ചൂട്ടും കത്തിച്ച് കുടിച്ചൊക്കെ കൂട്ടാൻ കൂടാൻ പോകും. എന്നും ചെന്ന് പല കാര്യങ്ങളും ചർച്ച ചെയ്ത് പണ്ടത്തെയും ഇപ്പോഴും നടക്കുന്നതും പണ്ട് നടക്കണം, ആരെങ്കിലുമൊക്കെ വാമൊഴി കേൾക്കണമല്ലേ ആൾക്കാർ പറയണം. പിന്നെ അങ്ങനെയൊക്കെ കേട്ടും പറഞ്ഞു. പിന്നെ നാളെ എന്തൊരു ചെയ്യണം, ആർക്കെന്ത് ചെയ്യണം, അനാഥർക്ക് എന്ന് വെച്ചാൽ ഭർത്താവ് മക്കളില്ലാത്ത പെണ്ണുങ്ങൾ കാണും, അവർക്ക് വമ്പത്തികളെന്നാണ് പറയണത്. അവരെ ഒറ്റപ്പെട്ടിരുന്നത് ഒറ്റക്കുള്ളവരെ വമ്പത്തി എന്ന് പറയും. അവർക്ക് പെരയോ വിള ജോലി ചെയ്യണം, പെര വെച്ച് കൊടുക്കണം, താമസത്തിന് എല്ലാം കണ്ടറിഞ്ഞ് ചെയ്തു കൊടുക്കും. പിന്നെ വേട്ടയാടിയാലും ഒരു മികച്ച പങ്ക് അവർക്ക്, എന്തെങ്കിലും ഓഹരി അവർക്ക്, എല്ലാവരും കൂടെ കൊണ്ടു കൊടുക്കും. അവർക്ക് പഞ്ഞറിയില്ല. അതുപോലെ ആണുങ്ങൾ ഒറ്റപ്പെട്ടു ഭാര്യ ചത്ത വമ്പൻ എന്ന് പറയും. ഭാര്യയും മക്കളും ഇല്ലാത്തവർക്കും ശരി, ഒറ്റപ്പെട്ട് കഴിയുന്നവർക്ക് ഇതുപോലെയാണ്. ആ മൂപ്പിലാന് പിന്നെ പെര വയ്ക്കണം, എല്ലാ സൗകര്യവും കൂട്ടായ്മയോടെ ചെയ്തു കൊടുക്കും. പൈസ ഇല്ല, തിന്നാൻ പോലും കിട്ടില്ല. എന്നാലും എല്ലാവരും പറഞ്ഞ് ദിവസം നമുക്ക് ചെയ്യണടാ എന്ന് പറഞ്ഞാൽ പിന്നെ എല്ലാവരും അനുസരിക്കും. നേതാവ് പറയണത് നേതൃത്വം നല്ല പ്രവൃത്തി ആയിരിക്കണം, എങ്കിലേ അംഗീകരിക്കും. അല്ലെങ്കിൽ അയാൾ പറഞ്ഞാൽ ആരും മൈൻഡ് ചെയ്യില്ല. മൂട്ട് കാണിയാലും ശരി, കാണി മൂപ്പനായാലും ശരി, ഓരോ കാണിക്ക് അർഹതപ്പെട്ടവർക്കേ ഉള്ളൂ. ഈ അളന്ന് തിരിച്ച് വേർതിരിച്ച് കൊടുത്ത എന്നുവെച്ചാൽ ഇങ്ങനെ പൊതുവെ അളന്നിട്ട് ഓരോ പേരും പറഞ്ഞു കൊടുത്തു. അപ്പോഴും അതിൽ ഞാൻ കുടുംബാവകാശം കൊടുക്കും. പിന്നെ എങ്ങനെയെന്ന് വെച്ചാൽ ഈ കല്യാണം കഴിഞ്ഞ് പെണ്ണും ചെറുക്കനും കൂടി കാഴ്ചയും കറിയും കെട്ടിപ്പോകണമെന്ന് പറയും. അവല അരിയോ ഇങ്ങനെ മുറുക്കാനാണ് പ്രധാനം, വെറ്റയും പോലെ അങ്ങനെയൊക്കെ വാങ്ങിച്ച് കെട്ടി കാരണം ഒപ്പില്ല കാണാൻ പോകും. കാരണവനാണ് കുടുംബത്തിൻ്റെയും ശരി ആ പ്രദേശത്തിൻ്റെ അനുസരിച്ച് കാണവനാണ് ആ പരമാധികാരി. കൊണ്ടുവച്ച് കാല് നമസ്കരിക്കുമ്പോൾ വെച്ചിട്ട് വിരുന്ന് കഴിച്ച്. അപ്പോഴും ഈ കാരണവർ പറയും, ഇന്ന സ്ഥലത്ത് ഇന്ന ഏരിയ നിങ്ങളെ തള്ളവിടാതെ അന്തതി പരമ്പര വരച്ച് വെട്ടി വേല ചെയ്ത് കഴിച്ചോളി. വാക്കാൽ കരാറാണ്. ആ പറയുന്ന അളവ് അത്രയും ഈ പറഞ്ഞ ചെന്ന പെണ്ണിൻ്റെയും പുതിയ പെണ്ണിൻ്റെ അവകാശത്തിൽപ്പെട്ടതാണ്. പെണ്ണുങ്ങളെയാണ് നമ്മൾ മാനിക്കാറ്, മരുമക്കത്തായാണ്, ആണുങ്ങളല്ല. ഒരു പെണ്ണിനെ ശാസിക്കാനും കൊട്ടാനൊന്നും അധികാരമില്ല. പെണ്ണിന് പീഡനം ഏൽപ്പിക്കുമെങ്കിൽ പെണ്ണ് ഇടയ്ക്ക് നിൽക്കുന്ന സഹോദരന്മാരുണ്ട്, മൂന്നാന്മാരെന്ന് പറയും. അവരുടെ പരാതി പറഞ്ഞാൽ മതി. അവർ ബന്ധുക്കളെയൊക്കെ അറിയിച്ച് ശാസിച്ച് ആദ്യം നയത്തിൽ ഒതുക്കാൻ നോക്കും. ഒരു വിധത്തിലും ഒതുങ്ങിയില്ലെങ്കിൽ അവസാനത്തെ കൈക്ക് ബന്ധം പിരിയാൻ പറയും. അതുവരെ ഇവരെ കൂട്ടി യോജിപ്പിക്കാൻ വേണ്ട തത്വങ്ങളൊക്കെ പറഞ്ഞ് ചെയ്യും. അതുപോലെ ആണുങ്ങളായാലും ശരി, പെണ്ണ് വാക്കുവരുതിയില്ലാതെ നടന്ന ചൊല്ലിക്കൊട്, നുള്ളിക്കൊട്, തല്ലിക്കൊട്, കൊണ്ടു തള്ളുന്നതാണ്. ആദ്യം ചൊല്ലിക്കൊടുക്കണം ബുദ്ധി. പറഞ്ഞാൽ കേട്ടിൽ രണ്ടാമത് നുള്ളിക്കൊടുക്കാനാണ് പറയുന്നത്, നുള്ളാനാണ് പറയണത്, അടിക്കാനല്ല. പറഞ്ഞാൽ കേട്ടിലേക്ക് പിന്നെ തല്ലിക്കൊടെന്ന് പറയും, തല്ലു കൊടുക്കണം. തല്ലു കൊടുത്താലും കേട്ടിലേക്ക് കൊണ്ട് തള്ളുക, കൊണ്ട് കളയുക. അത് ബന്ധുക്കൾ ഇടപെട്ട് വൻ പ്രശ്നമാവും. കോടതി എല്ലാം നമ്മളെ ആൾക്കാർ തന്നെയാണ്. ഇന്നത്തെ പോലെ പോലീസിലും വേണ്ട, പട്ടാളത്തിലും വേണ്ട. ഒരു പ്രദേശത്തൊരു കുറ്റം വന്നാൽ ആ പ്രദേശത്തുള്ള നേതാവ് ഇതിന് മുമ്പേ എല്ലാം പറഞ്ഞ് സത്യം ചെയ്യണം. അതാണ് കാര്യം. മലദേവന്മാരാണ്, സാക്ഷി വെച്ചാൽ പെട്ടെന്ന് കണ്ടെന്നുള്ള സ്വഭാവമാണ്. ഇപ്പം ലക്ഷ്മിക്കുട്ടി അമ്മ തന്നെ പറഞ്ഞല്ലോ, നമ്മുടെ അച്ഛനായാലും അമ്മയായാലും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരും. അത് കഴിക്കാൻ പാടില്ല, ഇത് കഴിക്കാന്നൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ. പക്ഷെ എങ്ങനെയാണ് ചികിത്സയിലേക്ക് വന്നത്? ഇതൊക്കെ നമുക്ക് നേടിയെടുക്കുന്ന ഒരു അറിവാണല്ലോ. പക്ഷെ മറ്റൊരാളെ ചികിത്സിക്കാൻ എങ്ങനെയാണ് തുടങ്ങിയത്? അല്ലെങ്കിൽ ഓരോ കുടുംബത്തിനും പാരമ്പര്യമായി കിട്ടും ഓരോ വഴി. അതാണ് മലയില് പാഠശാലയെല്ലാം മായാവിദ്യകളാ. വനദേവന്മാരുടെ നമ്മളെ കുടുംബദേവന്മാര് എല്ലാം മനസ്സ് വഴി എന്ന് പറഞ്ഞിട്ട് മായ വഴിയാണ്. മായ വഴിയാണ് മന്ത്രവും പഠിക്കുന്നത്. മനസ്സിൽ ഓരോ ആശയം തോന്നും, അത് യഥാർത്ഥമായിരിക്കും. ഒന്നാമത് അഗസ്ത്യ മഹർഷിയുടെ ശിഷ്യഗണങ്ങളാണ് കാട്ടിലെ മക്കൾ. അങ്ങനെ ആ അനുസരിച്ചും കുടുംബദേവന്മാർ ഓരോ കുടുംബത്തിനും ദൈവങ്ങളെ പങ്കുവച്ചിട്ടുണ്ട്. അതുപോലെ ഈ പ്രദേശത്തിന് ഓരോ ദേവന്മാർ കാണും, ഓരോ ഇത് കാണും. അതെല്ലാം അവർക്ക് അർഹതയുള്ളവർക്ക് കിട്ടിയിരിക്കും. നല്ലതുകൊണ്ട് ചീത്തയുണ്ട്. നല്ലത് കൈക്കൊള്ളുക, ചീത്ത പഠിച്ചാലും പ്രയോഗിക്കാതിരിക്കുക, അതാണ് വേണ്ടത്. എന്നുവെച്ചാൽ ഒരു മന്ത്രമായാലും പ്രതിമന്ത്രമുണ്ട്. ഒരു മരുന്നായാലും അതിന് എതിർ മരുന്നും കാണും.
കൊല്ലാനും ഉണ്ട് ജീവിപ്പിക്കാനും ഉണ്ട് മരുന്ന്. എല്ലാം ഔഷധമാണ്. അതാണ് പഠിക്കേണ്ടത്. പിന്നെ അത് നമ്മളെ മുതിർന്നൊരു അമ്മച്ചന്മാർ വിഷാരിമാർ നമ്മളെ കുടുംബത്തിൽ വിഷച്ചികിത്സ നമ്മളെ കുടുംബത്തിന് കിട്ടിയിട്ടുണ്ട്. അത് എൻ്റെ അമ്മയുടെ മൂത്ത സഹോദരനും ഇളയ സഹോദരനും വിഷാരിമാരാണ്. പിന്നെ അണ്ണനും അറിയാം. പക്ഷെ ഈ അമ്മയുടെ ഇളയ സഹോദരന് വിഷം തൊട്ട ആൾ വന്നാൽ നമ്മൾ കൊച്ചുങ്ങളല്ലേ, അത് കൊണ്ടുപോവാ ഇത് കൊണ്ടുപോകാന്ന് പറയും. അപ്പം നമ്മളെടുത്ത് ശേഖരിച്ച് അത് കൊടുക്കണം. എനിക്ക് ജോലി എന്താണെന്ന് വെച്ചാൽ ഗോമൂത്രം ശേഖരിക്കണം. ഇവിടെ നമ്മൾ പശു വളർത്തും, പണ്ടേ ഉണ്ട്. പശു വളർത്തുമ്പം പാമ്പ് കടിച്ചാൽ പശുമൂത്രം വേണ്ടി വരും ചിലവ്, കൂടിയ ഇനത്തിന് മൂർക്കാനും മറ്റുമൊക്കെ എടുക്കും, ഗുളികയും മറ്റുമൊക്കെ കൊടുക്കാൻ. അപ്പോഴും നമ്മൾ പശുവിൻ്റെ പിന്നാലെ തൊട്ടിയും കൊണ്ട് നടക്കണം. മൂത്രം ഒഴിക്കുമ്പോൾ പിടിച്ച് കുറച്ച് മതി കൊണ്ട് കൊടുക്കണം. അങ്ങനെ പിന്നെ അതുപോലെയൊക്കെ ചെയ്തും കണ്ടും പഠിക്കും. പഠിച്ചത് ഓരോ മരുന്ന്. പിന്നെ എൻ്റെ അമ്മ വയറ്റാട്ടിയാണ്. എത്രയോ കുഴഞ്ഞ പ്രശ്നങ്ങൾ, നാടും മലയും ഒക്കെ ദൂരെ ദർശനമൊക്കെ അന്ന് കൊണ്ടുപോകും കിളവിയെ. ഒരു പൈസയും കിട്ടൂല. പിന്നെ പ്രസവം എടുത്ത് മാവ് ഉഴുന്ന് മാവ് എടുത്ത് പിന്നീട് പിള്ളേയും തള്ളയും കുളിപ്പിച്ച് ചുറ്റാക്കി ഇട്ടിട്ടേ കിളവി മടങ്ങി വരും. ഒന്നും കിട്ടില്ല, ചിലപ്പോൾ ഒരു മുറുക്കാൻ കിട്ടും, അത്രേ. പണ്ട് അമ്മ ചെയ്യും, ജ്വരത്തിന് മരുന്ന് ചെയ്യും, അത് ചില്ലറ പണിയൊക്കെ ചെയ്യും, നീർക്കെട്ടിന് മരുന്നുണ്ട്, അങ്ങനെയൊക്കെ ചെയ്യും. അങ്ങനെ അമ്മയും കുറച്ചൊക്കെ പറഞ്ഞു തരും. ഞാൻ കൂടുതലും പഠിച്ചത് പ്രകൃതിയിൽ നിന്ന് പഠിക്കണം. അതങ്ങനെ ഇത് അക്ഷരം വായിക്കാൻ അറിയാവുള്ളതുകൊണ്ട് സസ്യങ്ങളെ മരങ്ങളെ പറ്റിയുള്ള പുസ്തകം എവിടെ കണ്ടാലും ഞാൻ വാങ്ങിക്കും, വായിച്ച് പഠിക്കും. ഭൂരിപക്ഷവും നാട്ടു രീതിയിൽ ഉള്ള പഠിത്തവും ഉണ്ട്. കാട്ടുവൈദ്യം ഇവിടെ നിൽക്കുന്നവർക്ക് മാത്രമേ കാട്ടുവൈദ്യം ഞാൻ ചെയ്തു കൊടുക്കൂ. വെളിയിൽ കൊണ്ടുപോകാൻ കൊടുക്കാൻ പറ്റൂല, കൊടുത്തു കൂടാത്തതാണ്, പറ്റൂല. അവരെ കൊണ്ട് അറിഞ്ഞൂടാ. ഇന്ന് നൊച്ചയില എടുക്കാൻ പറഞ്ഞാൽ അറിഞ്ഞൂടാ എന്തായിരുന്നു, കീഴാനെല്ലി എന്തായിരുന്നു അറിഞ്ഞൂടാ. പിന്നെ അവർക്ക് കൊടുത്തിട്ട് എന്ത് കഥ. പുരുഷം ചെയ്ത് വീട്ടിൽ വെച്ച് ചെയ്യേണ്ട മരുന്ന് ഞങ്ങൾ പറഞ്ഞു കൊടുക്കുകയോ എഴുതി കൊടുക്കുകയോ ചെയ്യും. ഒരു പച്ചില മിണ്ടാതെ എടുക്കണം, നിശബ്ദമായി ചെയ്യണം. പക്ഷെ 15 ദിവസം അത് ഇത്ര അരി മതി, ഒരു കുഞ്ഞു സ്പൂൺ അരി മതി. രാവിലെ ഈ പച്ചില അരച്ച് അതിൽ അരിയിട്ട് കഞ്ഞിയാക്കി കുടിക്കുക. ഉപ്പൊന്നും ചേർത്തൂടാ. അതുകൊണ്ട് ഇളം ചൂടോടെ കഴിക്കുക. 2 കോരികയ്ക്ക് തീരണം. അതിനെ രാത്രി അതുപോലെ ഉണ്ടാക്കി കഴിക്കണം. അത് എഴുതി കൊടുത്തു പറഞ്ഞു കൊടുത്ത് എന്നാലും ഓരോരുത്തികൾ വന്ന് മറുതല പറഞ്ഞാലോ പിന്നെ എങ്ങനെ അറിയാം. ഇവർ പച്ചില അരച്ച് മാറ്റി വയ്ക്കും, കഞ്ഞിയിലിട്ട് കലക്കി കുടിക്കും. പിന്നെ എങ്ങനെ ഔഷധ കഞ്ഞി വയ്ക്കണം? എങ്ങനെ? ഈ പച്ചില അരച്ച് അതിലിട്ട് വേവിച്ചാലേ ഔഷധമാവും. അങ്ങനത്തെ പറയണം. 15 ദിവസം കഴിക്കും ആള് വെയിറ്റ് കുറയും, നീര് കുറയും. നീര് മാറാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. 15 ദിവസം കഴിക്കും ആളുകൾ ഇങ്ങനെ ആവും. അതും 1-2 പേര് പരാതി വിളിച്ചു. അമ്മയോട് മരുന്ന് കുടിച്ച് ഉണങ്ങിപ്പോകുമെന്ന് പറയുന്നു. ഞാൻ ഉണങ്ങിപ്പോയി, എനിക്കിപ്പോൾ വെളിയിറങ്ങാൻ നിവർത്തിയില്ല. വന്നത് താടകയുടെ 10 മടങ്ങ്. ഇപ്പോൾ ഒരു നേഴ്സ് വന്ന്, അത് പേരുക്കട ഹോസ്പിറ്റലിൽ ജോലി ചെയ്യണ ഒരു ഡോക്ടറെ ഭാര്യയാണ്. 124 കിലോ എങ്ങാണ്ട ഉണ്ടെന്ന് വെയിറ്റ്. എന്തു ചെയ്യാൻ? അവരെ കൊണ്ട് അനങ്ങാൻ വയ്യ, വൈക്കോൽ തൂറ് കണക്ക്. പിന്നെ അതിന് മരുന്ന് ഇപ്പം ചെയ്തിട്ടുണ്ട്. അപ്പം മരുന്ന് കൊണ്ടുപോയിട്ട് 1 മാസത്തെ ലീവ് എടുത്താലേ ചെയ്യാൻ പറ്റൂ. ഒരു കാര്യമുള്ളത്, ആയുർവേദ മരുന്ന് കുടിക്കും മുമ്പേ വയറ് ശുദ്ധമാക്കണം. അതിന് വയറിളക്കാൻ മരുന്ന് കൊടുക്കും. സോറിയാസിന് 7 ദിവസം വയറിളക്കണം. 8-ാം ദിവസം മുതൽ വേറൊന്ന് കൊടുക്കും. അപ്പോൾ ഉണ്ടെങ്കിൽ തൊലിയുടെ പുറത്താവും കുരുക്കൾ. അത് സോറിയാസ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ വറട്ട് ചൊറിയാണ്. അത് സാധാരണ ആശുപത്രിയിൽ കിന്നിൻ്റെ അസുഖം മാറൂല എന്നൊക്കെ പറഞ്ഞ് അയക്കുന്ന ആൾക്കാർ വരുമ്പോൾ പറയുന്നത് ഓരോരുത്തർ. ചിലർ പിടിച്ചിട്ട് ആവി ഇരുത്തും. അത് തെറ്റാ. ആവി ഇരുത്തണ്ട. 7 ദിവസം ക്ലിയറായിട്ട് വയറ് ഇളക്കി കളഞ്ഞതിന് ശേഷം 8-ാം ദിവസം മുതൽ പിന്നെ കൃതം കൊടുക്കും. 7 ദിവസം വയറിളക്കുമ്പം തൊല പുറത്തൊക്കെ വരും. ഈ കൃതം കഴിക്കുമ്പോൾ എല്ലാം പുറത്ത് ചാടും. അകം ക്ലീനാക്കിയാലേ പിന്നീട് 8-ാം ദിവസം കഴിഞ്ഞ്, അത് 10 ദിവസം വരെ കിന്നിൻ്റെ ഇതിന്. 10 ദിവസം കഴിഞ്ഞാൽ പിന്നീടാണ് ഒറിജിനൽ മരുന്ന്, പൊറപ്പിക്കാനുള്ള മരുന്ന്. കഷായം ഉണ്ട്, പിന്നെ എണ്ണയും കഷായവും കുടിക്കേണ്ടി വരും. പൂർണ്ണമായും മാറുവോളം കാലപ്പഴക്കം പോലെ ഇരിക്കും ഓരോന്നും. ഇടിക്കുന്ന ഒരാൾ വന്ന് 35 വർഷമായതാണ്. പുറത്ത് അവസാനം മുതുകിലാണ് ഇത്രയും പെട്ടെന്ന് 3 പുണ്ണിരുന്നു, ബാക്കിയൊക്കെ പുറത്ത്. അത് ഞങ്ങൾ 3 മാസത്തെ 4 മാസത്തിലെ മരുന്ന് കൊടുത്തു. ഇപ്പം കുറഞ്ഞാണ്, ഇപ്പം വരണില്ല. ബാക്കിയൊക്കെ പുറത്ത്. അങ്ങനെയാണ്.
അതുപോലെ ഇപ്പം ഒരുപാട് പേര് അനുഭവിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് മൈഗ്രെയിൻ പോലുള്ള രോഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ കേട്ടതെന്ന് വെച്ചാൽ ഒരു ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഈ മൈഗ്രെയിൻ മാറാനൊക്കെയുള്ള മരുന്നിനുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് അതിന്റെ ചികിത്സാ രീതി, മൈഗ്രെയിൻ മാറാനുള്ള ചികിത്സ? ഒരു പച്ചല എടുത്ത് നല്ലതിൽ ഒരു പിടി എടുത്ത് ഇടിച്ച് പിഴിഞ്ഞാൽ അതിൻ്റെ ചാറിൻ്റെ പകുതി വെളിച്ചെണ്ണ ചേർത്ത് കാച്ചിയെടുത്താൽ മാത്രം മതി, വേറെ ഒന്നും വേണ്ട. 5 മില്ലിയെ ഉപയോഗിക്കാവൂ. അതാണ്, അതൊരു കൃത്യസമയമുണ്ട്. മൈഗ്രെയിൻ സൂര്യാവർത്തം എന്ന് പറഞ്ഞ രോഗമാണ്, അഥവാ കൊടിഞ്ഞി. അതിൻ്റെ ലക്ഷണം പറഞ്ഞാൽ വെളിച്ചം കാണാൻ പറ്റൂല, ശബ്ദം കേൾക്കാൻ പറ്റൂല, യാത്ര ചെയ്യാൻ പറ്റില്ല, ഒന്നിനും പറ്റാതെ വരും, യാത്ര ചെയ്യാൻ പറ്റില്ല. പിന്നീട് ഇത് മൂത്ത് കഴിഞ്ഞാൽ പേ പിടിച്ച നായ പോലെ ആയിപ്പോവും. അതാണ് കുഴപ്പം. എന്നുവെച്ചാൽ ഛർദ്ദിച്ച് കഴിയുമ്പോൾ ചിലർക്ക് ആശ്വാസമാവും. ഛർദ്ദിക്കും, ഒന്നും ആഹാരം കഴിക്കാനും പറ്റൂല, യാത്ര ചെയ്യാൻ ഒട്ടും പറ്റൂല. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ. അതാണ് മൈഗ്രെയിൻ എന്ന് വെച്ചാൽ ഇങ്ങനെ ചന്നിക്കുത്താണ്, ഈ ഒരു സൈഡ് കൊണ്ടുണ്ടാവുന്ന കുത്താണ് സൂര്യൻ്റെ രോഗം എന്ന് പറയുക. സൂര്യാവർത്തം എന്ന് ആയുർവേദത്തിൽ പറയും. അതാണ്. അത് ഗുളിക ഒന്നും തിന്നാനില്ല. ഇതിനകത്ത് മരുന്ന്, തിന്നാവുന്ന മരുന്ന് വെച്ചാൽ 3 തുളസിയിലയും 3 കുരുമുളകുമാണ്. ചവച്ച് തിന്നുക മാത്രമേ പോകാൻ വഴിയുള്ളൂ. അത് ഒന്നും വേണ്ട. നമ്മൾ 5 മില്ലി എണ്ണ കൊടുക്കും. പുലർച്ചെ 6 മണിക്ക്, കൃത്യം 6 മണിക്ക് ഈ എണ്ണ 5 മില്ലി ഇവിടെ വയ്ക്കണം, പതുപ്പിൽ, ഉച്ചയിൽ, നടു ഉച്ചയിൽ വയ്ക്കുക. 6:30 ആകുമ്പം പച്ചവെള്ളം ഒഴിച്ചിരിക്കണം. പിന്നെ സോപ്പ്, ഷാമ്പു, മറ്റു എണ്ണയൊന്നും അന്നേ ദിവസം തലയിൽ തൊടരുത്. വെറുതെ വെള്ളം ഒഴിച്ചാൽ മാത്രം മതി, ഭേദാവും. പിന്നീട് ഇങ്ങനെ ഒരു പ്രാവശ്യം ചെയ്താൽ കുറവില്ലെങ്കിൽ പിന്നെ 3 മാസം ആയാലേ വീണ്ടും ചെയ്യാൻ പറ്റൂ. 90 കഴിഞ്ഞാൽ വീണ്ടും ചെയ്യാൻ പറ്റൂ. ഒറ്റ ഡോസിലേന് തീരും. 5 മില്ലി എണ്ണ മാത്രമാണ് ഞാൻ കൊടുക്കുന്നത്. ഈ ഒറ്റ പച്ചില അതിന് മാത്രം ഉപയോഗിക്കാം. ഈ എണ്ണ വേറെ ഒന്നിനും പറ്റില്ല. അതാണ് മൈഗ്രെയിനുള്ള എണ്ണ. മൈഗ്രെയിനും എന്ന രോഗത്തിന് മാത്രമേ പറ്റൂ. പിന്നെ സൈനോസൈറ്റിസ് ഉണ്ടെങ്കിൽ അതിന് നമ്മൾ ഇപ്പം ക്ഷീരബല 101 ആവർത്തി അതുകൊണ്ട് ഒഴിക്കാം, അണുതൈലം ഒഴിക്കാം. അതൊന്നും ഞങ്ങൾ ചെയ്ത് നോക്കിയിട്ട് അതൊന്നും കൈക്കണ്ട ഫലം ചെയ്യില്ല. ഇവിടെ വന്ന് മൈഗ്രെയിൻ എടുത്ത് കൊച്ചുങ്ങൾ പൊടഞ്ഞ് കിടന്ന് വിളിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് എനിക്കൊരു ബുദ്ധി തോന്നി. ഞാൻ ഒരു ചുവന്നുള്ളി എടുത്ത് ചതച്ച് 2 തുള്ളി 2 മൂക്കിൽ ഇറ്റിച്ചു, 4 തുള്ളി ഇടിച്ച് ഒത്തിരി നേരത്തിന് തീർന്നു. ഭയങ്കര ഉള്ളിയാണ് സാധനം. പിടച്ച് അരമണിക്കൂറായപ്പോൾ ഇവർക്ക് ഇത്രയ്ക്ക് പോയിട്ടുണ്ട് മണ്ടയിൽ നിന്ന് കാപ്പം. അത്രയും മൂക്കിലൂടെയും വായിലൂടെയും തുപ്പി. അരമണിക്കൂറായപ്പോൾ പറഞ്ഞു എനിക്ക് ഇപ്പോൾ ഒത്തിരി ആശ്വാസമുണ്ട്. അതുകൊണ്ട് ഇപ്പം വരുന്നവർക്ക് സൈനോസൈറ്റിസ് എന്ന് വെച്ചാൽ മണ്ടയിൽ പീനസം കാണും. ഞങ്ങൾ ഈ മൈഗ്രെയിൻ്റെ എണ്ണ കൊടുക്കും, കൂടെ പീനസത്തിനും 50 എണ്ണ കൊടുക്കും. മൈഗ്രെയിൻ തേച്ച് കുളിച്ചിട്ട് പിറ്റേ ദിവസം മുതൽ രാത്രി ഈ എണ്ണ ഉച്ചയ്ക്ക് തേച്ചാൽ മാത്രം മതി, വേറെ ഒന്നും വേണ്ട. അപ്പോൾ ഓക്കെ ആവും. ഇത് 6 വർഷം കോട്ടയം മെഡിക്കൽ കോളേജ് തോറ്റ കേസാണ്. പാലോട്ടത്തെ ഒരു ശാസ്ത്രജ്ഞൻ, എൻ്റെ വിദ്യാർത്ഥിയും കൂടെയാണ്, അവൻ്റെ കൂട്ടുകാരിയെ പറഞ്ഞയച്ച് അങ്ങനെ ഞാൻ എണ്ണ വെച്ച് കൊടുത്തു. പിന്നെ എന്താണെന്ന് ഞാൻ അറിഞ്ഞില്ല. വിളിച്ച് ശംഖുമുഖം ബീച്ചിൽ വെച്ച് ആ സമ്മേളനം തുടങ്ങി. ഇൻ്റർനാഷണൽ സമ്മേളനത്തിൽ വെച്ചാണ് ഇയാൾ അനൗൺസ് ചെയ്ത് കോട്ടയം മെഡിക്കൽ കോളേജ് തോറ്റ കേസാണ്, അമ്മയുടെ അടുത്ത് നിന്ന് 5 മില്ലി എണ്ണയ്ക്ക് തീർത്തു. അങ്ങനെ എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടി. അതിനുശേഷമാണ് പബ്ലിഷ് ആയത്. അല്ലെങ്കിൽ ഞങ്ങൾ വെളിയിൽ പറയില്ലല്ലോ ഒന്നും. നമ്മൾ വരുന്നവർക്ക് മരുന്ന് ആവശ്യമെങ്കിൽ കൊടുക്കും, നമ്മളെ ആവശ്യത്തിന് മാത്രമേ ഉള്ളൂ. ഇപ്പം നേരത്തെ ലക്ഷ്മിക്കുട്ടിയമ്മ പറഞ്ഞല്ലോ അച്ഛനും അമ്മയുടെയും ഒക്കെയാണ് ഇതുപോലെ പഠിച്ചതെന്ന്. അത് മാത്രമല്ല, ഇപ്പം ആയുർവേദത്തിനെ കുറിച്ചൊക്കെ ഒരുപാട് പുസ്തകങ്ങളിൽ, പുണ്യപുരാതനമായ ഒരുപാട് പുസ്തകങ്ങളിൽ, അഷ്ടാംഗ ഹൃദയത്തിലൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇത്തരം കാര്യങ്ങൾ വായിച്ച് പഠിച്ചിട്ടുണ്ടോ? പിന്നെ അതുപോലെ തന്നെ ഈ പഠിച്ച അറിവുകളുണ്ടല്ലോ, അതിന് വരും തലമുറയ്ക്ക് കൊടുക്കാനായി എഴുതിയോ മറ്റെങ്ങനെയെങ്കിലും രീതിയിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ? അതോടൊപ്പം തന്നെ ശിഷ്യഗണങ്ങളുണ്ടോ? ആർക്കെങ്കിലും പറഞ്ഞു കൊടുത്തോ? അങ്ങനെ ഒരു ശിഷ്യഗണങ്ങളുണ്ടോ? അത് പുറത്തുള്ളവരാ പഠിക്കാൻ ഉത്സാഹിക്കണം. നമ്മുടെ പിള്ളേർക്ക് ഒന്നും കൗതുകമല്ല ഇന്നത്തെ തലമുറയ്ക്ക്. പിന്നീട് ഒരു കാര്യമുള്ളത്, ഞാൻ ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉൾപ്പെടെ 18 അവാർഡ് കിട്ടി. 18 തന്നെ ഒടിയൻ ശ്രീകുമാർ മേനോനും ശങ്കർ ഇത് വന്നായിരുന്നു, മൺവീട് വയ്ക്കുന്ന ആഡിറ്റർ. അങ്ങനെ ശങ്കറൊക്കെ കൂടെ വന്ന് അമ്മയ്ക്ക് പറ്റിയ ആശുപത്രി ഉൾപ്പെടെ കെട്ടണ്. ആശുപത്രി, ഇൻസ്റ്റിറ്റ്യൂട്ട്, മ്യൂസിയം ഉൾപ്പെടെയാണ് പണിയാൻ. അങ്ങനെ ഒടുവിൽ മാസ്റ്റർ പ്ലാനൊക്കെ കൊണ്ട് കാണിച്ച് മാതൃഭൂമി ലേഖൻ, തെന്നൂർ അശോകനും സംഘവുമാണ് വന്ന് അവിടെ വസ്തുവിൽ തറക്കല്ലിട്ട് കഴിഞ്ഞു. അടുത്ത മരത്തിൽ വർഷം 3 ആവും. ഇതുവരെ പിന്നെ അങ്ങോട്ട് പോയോ? തറക്കല്ല് മാത്രം അവിടെ കാടും പിടിച്ചിരിപ്പുണ്ട്. എനിക്ക് എന്തെങ്കിലും ഒരു സാമ്പത്തിക സഹായം കിട്ടിയിരുന്നെങ്കിൽ ആശുപത്രി ഉൾപ്പെടെ
കെട്ടാനും പഠിക്കാനുള്ളവർക്ക് സൗകര്യത്തിന് ഇൻസ്റ്റിറ്റ്യൂട്ട്, പിന്നെ അതുപോലെ ഈ സാധനങ്ങളെല്ലാം പുരസ്കാരങ്ങളൊക്കെ പകുതി ഇവിടെ അങ്ങും ഇങ്ങൊക്കെ കിടക്കുകയാണ്. ഈ വീട് നിറയുണ്ട്. 50ാമത്തെയാണ് ഇപ്പം പത്മശ്രീ കിട്ടിയത്. അതുവരെ കിട്ടിയ പുരസ്കാരങ്ങൾ ജൈവ വൈവിധ്യ ബോർഡിൻ്റെ ഒക്കെ ഇരിക്കും. എല്ലാ തരവും ഉണ്ട്. പക്ഷെ ഒന്നും പുറത്തെടുത്ത് എല്ലാം വയ്ക്കാനും കണക്കിൽ വയ്ക്കാനും ഒക്കെ പറ്റൂല. ഈ അവാർഡിൻ്റെ സർട്ടിഫിക്കറ്റ് പോലും ഫോട്ടോ പ്രിൻ്റ് ചെയ്ത് വയ്ക്കാനും പറ്റണില്ല. സുരക്ഷിതമായി ഉണ്ടെങ്കിലേ വയ്ക്കാൻ പറ്റൂ. അതാണ് അതാണ് ബുദ്ധിമുട്ടുന്നത്. പിന്നെ ഭക്തജനങ്ങളുടെയും പൊതുജനങ്ങളെന്ന് പറഞ്ഞാൽ ഈ രോഗികളായിട്ട് വരുന്നവർ സംഭാവന തന്ന, ഞാൻ കൺസൾട്ടിങ് ഫീസൊന്നും വാങ്ങിക്കില്ല, മരുന്നിൻ്റെ വില മാത്രം വാങ്ങിക്കും. ഇപ്പം വനത്തിനകത്തൊന്നുമില്ല. അതാണ് ഒന്നാമത്തെ പ്രശ്നം. വനം തീ കത്തുമ്പോൾ പുല്ല് വളരും. പുല്ല് മേട്ടിലാണ് മിക്ക ഔഷധങ്ങളും വളരുക. പുല്ലിൻ്റെ ചുവട്ടിലൊക്കെ വളരും ചില ദൈവമായ ഔഷധങ്ങൾ. ഇപ്പം വനം കത്തിക്കാൻ പറ്റൂല. വനമില്ല, നമുക്ക് വനത്തിൻ്റെ പരമാധികാരവും ഇല്ല. പിന്നെ ഞങ്ങൾ ആർക്ക് വേണ്ടി വോട്ട് കൊടുക്കണം? ഞാൻ വോട്ടിനൊന്നും പോയില്ല ഈ വർഷം, ഇനി പോവുകയില്ല. കാര്യം ശരി, വനവാസികൾക്ക് ജണ്ട കെട്ടി എല്ലാം കൂടെ കുരുക്കുകയാണ്. അത് ഞാൻ പ്രത്യേകം പറയുകയും ചെയ്തു. നിർമ്മിക്കും നിയമത്തിൽ മുള്ളുവേലി, വളയുന്നു ഇരുവർക്ക ജീവിതത്തെ. വെന്തിപ്പൂ കടലാസു നിയമങ്ങളിൽ അടയ്ക്കുന്നു വെൾക്കാര കൽത്തുറങ്കിൽ. അവർ തന്നെ തരുന്ന അരിയും മാറ്റുന്നോണ്ടിരുന്നാൽ മതി. നമുക്ക് കാട്ടിൽ പോയാൽ കാട്ടിൽ പലതരം കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ തോണ്ടി തിന്നാൽ നമ്മൾ ആരോഗ്യ രഹസ്യം. നെടുവൻ, നൂറ, കാവല മുതലായ കാട്ടുകിഴങ്ങുകൾ. ഇപ്പം മഴയുള്ളതുകൊണ്ട് ഈ വർഷം നെടുവനൊക്കെ വിളഞ്ഞ്. ഞാൻ കഴിഞ്ഞ ഈയിടയ്ക്ക് ഒരു ദിവസം നെടുവൻ വെട്ടി അവിച്ചു തിന്നായിരുന്നു. നാരുള്ള ഭക്ഷണം നെടുവൻ. ഷുഗറൊന്നും നമുക്ക് ആദിവാസികൾക്ക് ഷുഗറൊന്നും അത്ര ഇല്ലല്ലോ. ഷുഗർ മിക്ക നാട്ടിൽ കാണുന്ന രോഗങ്ങളും നമ്മളെ ഏരിയയിൽ കുറവാണ് ഇപ്പം യുവാക്കൾക്ക് ഈ വിദ്യ പഠിക്കാൻ താല്പര്യമില്ല നമ്മുടെ ആൾക്കാർക്ക്. കാരണം ഉത്തരായ ആൺകുട്ടികളും പോണല്ലോ അവിടെ ബിവറേജിൽ പോകും. മദ്യപന്മാരുടെ സംഘമാണ് ഇവിടെ ഉള്ളത്. പിന്നെ എങ്ങനെയാ? ഇതിനൊക്കെ ആണെങ്കിൽ പരിശുദ്ധം വേണം. ഒരുമാതിരി തപസിദ്ധി പോലെയാണ് നമ്മൾ അറിവുകൾ നേടിയെടുക്കുന്നത്. വനത്തിലെ അറിവ് അങ്ങനെയാണ്. ആയാവിദ്യയാണ്. സത്യവും നീതിയും ധർമ്മവും ഒക്കെ വേണം, എങ്കിലേ മരുന്നായാലും കൊടുത്താൽ പലിക്കും. ഇപ്പം ഇവിടെ അമ്പലം ഇന്നാൾ 57 വർഷം തികഞ്ഞു കഴിഞ്ഞ വെള്ളിയാഴ്ച. കിരാതമൂർത്തിയാണ്, സ്വയംഭൂവാണ്. കണ്ടാൽ കാണാമൊന്നുമില്ല. ഇത്ര പൊക്കമുണ്ടെന്ന് ഇപ്പം ഓപ്പണായിട്ട് കെട്ടാൻ പറഞ്ഞ് അങ്ങനെ താറ പതുങ്ങിയിരിക്കും. മാറാ രോഗികൾ അവിടെ വന്ന് ഭജനയിരുന്നൊക്കെ മാറ്റാറുണ്ട്. അവിടെ വന്ന് കാര്യം അറിഞ്ഞ് തൊഴുത് പ്രാർത്ഥിക്കാറുണ്ട്. അപ്പം ലക്ഷ്മി കുട്ടിയമ്മ ഇപ്പൊ പറയുന്നതിന്റെ ഇടയിൽ ഒരു കവിത ചൊല്ലിയല്ലോ. അപ്പം കവിത എഴുതാറുണ്ട് എന്ന കാര്യം എനിക്കറിയാം. അപ്പൊ എങ്ങനെയാണ് ഈ കവിതയിലേക്ക് വന്ന വഴി, അല്ലെങ്കിൽ എഴുതി തുടങ്ങിയത് എങ്ങനെയാണ്? ഏതൊക്കെ കവിത എഴുതിയിട്ടുണ്ട് ഓണത്തിനെ കുറിച്ചൊക്കെ? കവിത എഴുതും, കഥാപ്രസംഗത്തിന് എഴുതി കൊടുക്കും, എഴുതും. ഞാൻ 2 വേദിയിൽ കഥാപ്രസംഗം എടുത്തു. പിന്നെ നാടകം എഴുതി. ഞങ്ങൾ നാടകത്തിൽ 1 വർഷം ഇവിടെ ഒരു കലാസമിതി കൊണ്ട് നടന്നു. പിന്നീട് നോവലൊഴികെ വായിച്ച് എല്ലാം എഴുതും. ഇപ്പം 3 കഥ. ഈ എറണാകുളം ശങ്കരാചാര്യ കോളേജിലെ പ്രൊഫസർ പ്രമീള ദേവി, അതിൻ്റെ ഇടയ്ക്കൊരു കൂട്ടുകാരിയുണ്ട് എൻ്റെ, ഈ കവി ആരെങ്കിലും ഞങ്ങൾ പങ്കെടുക്കുക. അവൾ പറഞ്ഞ് ഇങ്ങനെ വേണമെന്ന് ഹിന്ദിയിലേക്ക് മൊഴിമാറ്റത്തിന് കഥ ചോദിച്ചു. ഞാൻ 3 കഥ എഴുതി അയച്ചിരുന്നു. 3 ഹിന്ദിയിൽ അവർ മൊഴിമാറ്റം ചെയ്തു. എൻ്റെ ഗ്രാൻഡ് കിട്ടി. അങ്ങനെ എഴുതും. അപ്പൊ ഈ സാഹിത്യ മേഖലയിൽ പുരസ്കാരങ്ങളൊക്കെ ഒരുപാട് ലഭിച്ചിട്ടില്ലേ? അതെ, തപസ്യൊന്ന് കിട്ടിയിട്ടുണ്ട്. 82-ൽ തപസ്യ ചേർന്നു. 81-ൽ മഹിളാ സമായം രൂപീകരിച്ചു ഇവിടെ, ആദിവാസികളുടെ ഗിരിജൻ മഹിളാ സമായം. 16 വർഷക്കാലം അതും കൊണ്ടായിരുന്നു. അതിനിടയ്ക്ക് 87-ൽ അയ്യങ്കാളിയുടെ മകളുടെ മകൾ ഭവാനി പരമേശ്വരൻ പ്രസിഡന്റ്, ഞാൻ വൈസ് പ്രസിഡന്റ്. അങ്ങനെ അഖില കേരള ഹരിജൻ മഹിളാ സമിതി 3 വർഷക്കാലമായിരുന്നു. അങ്ങനെയൊക്കെ കൊണ്ടുവരുന്ന 82-ൽ തപസ്യ ചേർന്നു. ഭാരതീയ വിചാര കേന്ദ്രം പരമേശ്വർജി, നമ്മൾ മിക്ക പരിപാടിക്കും പങ്കെടുക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ അവിടെയും കവിയരങ്ങിന് പോയിട്ടുണ്ട്, സംസ്കൃതി ഭവനിൽ. പിന്നെ ഇപ്പം അദ്ദേഹമാണ് ശുപാർശ ചെയ്തതെന്നാണ് അറിവ്. ആര് പറഞ്ഞതെന്ന് എനിക്കും അറിയില്ല ഈ പുരസ്കാരത്തിന്. അദ്ദേഹത്തിന് പിന്നീട് ഇവിടെ മസ്കറ്റ് ഹോട്ടലിൽ ഞങ്ങൾക്ക് സ്വീകരണം തന്നായിരുന്നു. അന്ന് ഞാൻ നമസ്കാരം പറഞ്ഞപ്പോൾ ലക്ഷ്മിക്കുട്ടിയല്ലേ എന്ന് ചോദിച്ച്. ഇത്ര ഓർമ്മയുണ്ട്. നമ്മളെ തപസ്യയുടെ വാർഷികാഘോഷത്തിനാണ് അദ്ദേഹം അന്തരിച്ചത്. അന്ന് പിന്നെ എല്ലാം മതിയാക്കി പോന്നു. അങ്ങനെ സാഹിത്യ രംഗത്തുണ്ട്. എൻ്റെ അമ്മ നാടൻ പാട്ടുകാരി. നമ്മളുടെ വർക്ക സമുദായം, കോവലം പാട്ട്, കണ്ണകി ചരിത് എന്ന് പറഞ്ഞല്ല ഇതേ കുട്ടിപ്പിള്ള പോരൊക്കെ
നാടൻ പാട്ട്, നമ്മളെ കാട്ടിലെ പാട്ട് പാടും. അത് കാട്ടിലെ പാട്ടും ഒന്ന് രണ്ടൊക്കെ നമ്മൾ അറിയാം. അത് മുഴുക്ക പഠിക്കാൻ അവർക്ക് പുരാണം വായിച്ച് കേൾക്കണം. അമ്മയൊക്കെ അവർക്ക് രാമായണം അത് ഇതൊക്കെ കാണാൻ അവർക്ക് അതൊക്കെ ഭക്തി ഗീതങ്ങളാണ് ഇഷ്ടം. നാടൻ പാട്ട് കൂട്ടുകാരൊക്കെ കുടുംബം പാടും, എങ്കിലും പുരാണം വായിച്ച് കേൾപ്പിക്കണം. അങ്ങനെയാണ് അമ്മയുടെ കാലത്ത് ഉണ്ടായതായി അമ്പലം. ഇപ്പം ഞാനാ നടത്തിക്കൊണ്ട് പോകണം. ശിവനും പാർവതിയും കിരാതം, പിന്നെ ഭദ്രകാളിയുണ്ട്, പിന്നെ പൊന്മുടി ദേവനൊക്കെ. പൊന്മുടിയിലിരിക്കുന്ന പഞ്ചപാണ്ഡവരുടെ ഇതാണ്. അങ്ങനെ ഇന്ന് വനമൊക്കെ അഴിഞ്ഞാട്ട വേദിയാക്കിയതിനോട് നമുക്ക് ഒരു കണക്കിലും ന്യായീകരിക്കാൻ പറ്റൂല. ഞങ്ങൾ മലയിലെ സന്തതി പരമ്പരകളാണ്. ഒരു പരിധിയില്ലാതെ നമ്മൾ ഉള്ള മലയൊന്നും കയറി ചവിട്ടി നിരക്കി നടക്കാൻ ഇഷ്ടപ്പെടില്ല. മലയുടെ മുകളിലൊക്കെ വിളവെട്ടും കൃഷി ചെയ്യും. അതൊക്കെ അതിൻ്റെതായ മാന്യതയോടാണ് പോണത്. ഇപ്പോൾ ആണും പെണ്ണും ചെറുപ്പക്കാരത്രയും പൊന്മുടി എന്ന് പറയുന്ന സ്ഥലം, യഥാർത്ഥ പൊന്നുമുടി ഇതാണ്. ഇങ്ങനെ 2 മല കാണുന്നില്ലേ, അതാണ് ആ വലിയ മലയാണ് പൊന്നിരിക്കുന്ന മുടി. പണ്ടവരുടെ വകയെന്നാണ് പറയുന്നത്. 12 ഉറുപ്പ പൊന്ന് സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലമാണ് പൊന്നുമുടി. പഞ്ചപാണ്ഡവരുടെ വനവാസകാലത്ത് ഇവിടെ വന്ന് ഇരുന്നതായിട്ടാണ് വിശ്വാസവും ആചാരവും. ഞങ്ങൾ പൊന്മുടി ദേവനെന്ന് പറഞ്ഞുകൊണ്ട് വഴിപാടൊക്കെ കഴിക്കും. ഇപ്പം എല്ലാം അവിടെയും പോകും. അതും പോയിട്ട് ഇപ്പം എസ്റ്റേറ്റ് അളന്നപ്പം സായിപ്പു ഈ പൊന്നുമുടിയുടെ പേരാണ് അവിടെ ഇട്ടത്. ഈ പൊന്മുടി എന്ന് ഇപ്പം എസ്റ്റേറ്റ് പ്രസിദ്ധ ഇപ്പം ടൂറിസം മേഖല. അത് തീരെയും ശരിയായ കാര്യമൊന്നും നമുക്ക് അഭിപ്രായമില്ല. തെറ്റാണ് കാണിക്കണം. അത്രയും നമ്മൾ ആചരിച്ച മല അത്രയും ഈ ടൂറിസത്തിൻ്റെ സൗകര്യത്തിന് ഇടിച്ചും തോണ്ടിയും വെട്ടിയും കെട്ടിടങ്ങളും അത്രയും പൊങ്ങണം താങ്ങുമോ? ഒന്നാമത് അവിടെ ഇടി മിന്നലേക്കുന്ന സ്ഥലമാണ്. പണ്ട് ഇടിയുന്ന കൊട്ടാരം എന്ന് പറയും. തിരുവിതാംകൂർ മഹാരാജാക്കന്മാർ വേനൽക്കാലത്ത് വിശ്രമത്തിന് വരുന്ന ഏരിയ ആണത്, വിശ്രമ മന്ദിരം. താഴെയുള്ളത് ഇന്ന് ടൂറിസ്റ്റുകൾക്ക് ഗസ്റ്റ് ഹൗസ് പണിഞ്ഞ അത് പണ്ടത്തെ പേര് അടിച്ചു പൊത്തിയ പാറ കൊട്ടാരം എന്നാണ് പറയണത്. പരന്ന പാറയുണ്ട്, അടിച്ചു പൊത്തിയ പാറ എന്നാണ് അതിനെ പറയുന്നത്. അപ്പുറത്ത് ഇപ്പം വയർലെസ് കേന്ദ്രമൊക്കെ വെച്ചിരിക്കുന്ന ഇടിവിന്ത കൊട്ടാരം എന്ന് പറയും. അവിടെ ഇടിതാവും മിന്നൽ. അത്രയ്ക്ക് വരുന്ന പ്രദേശമാണ് മലയുടെ കണ്ണാട് മധ്യം. അതിനക്കരെയാണ് ചീതയറ. അവിടെ പൊങ്കാലയൊക്കെ കാലം. ഭാരതത്തിലെ ഉദാത്തമായ ഒരു പുരസ്കാരമാണ് പത്മശ്രീ പുരസ്കാരം. അപ്പൊ അമ്മ ആ പുരസ്കാരം വാങ്ങാൻ പോയി. അപ്പൊ എങ്ങനെയായിരുന്നു ആ ഒരു അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ? മോനുണ്ടായിരുന്നു. മോൻ ഞാനുമാണ് പോയെ. ഞങ്ങള് ഫ്ലൈറ്റിൽ പോയി അവിടെ ചെന്ന് ഷോ ഹോട്ടലിലാണ്. നമുക്ക് 3-ാം നിലയിലാണ് ആണ് കിട്ടി റൂം. പിന്നീട് സ്വീകരണമൊക്കെ അവിടെ, ഭക്ഷണം എല്ലാ സൗകര്യവും അവിടെ തന്നെയുണ്ട് ആ ഷോ ഹോട്ടലിൽ. പിന്നെ തൊട്ടടുത്ത റൂമുകളിൽ പിന്നെ ഇവിടുത്തെ പരമേശ്വർജിയും മറ്റേ അച്ചായനും ഉണ്ടായിരുന്നു. അവർക്ക് പിന്നെ ചെന്നതിൻ്റെ പിറ്റേന്ന് ട്രെയിനിങ് ഉണ്ടായിരുന്നു. 19 തീയതി ട്രെയിനിങ് ആയിരുന്നു, 20 തീയതിയാണ് പുരസ്കാരം വിതരണം. രാഷ്ട്രപതി ഭവനിൽ 6 മണിക്ക് ശേഷമാണ്. 2 ദിവസവും ചായ സൽക്കാരമൊക്കെ ഉണ്ടായിരുന്നു. പുരസ്കാരം വാങ്ങിച്ചപ്പോഴും ഞാൻ പുരസ്കാരം തന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞ് കേരള, ലക്ഷ്മിക്കുട്ടി കേരള എന്ന് പറഞ്ഞു. അപ്പോഴെൻ്റെ കൈ രണ്ടും കൂട്ടിപ്പിച്ച് രാഷ്ട്രപതി ലക്ഷ്മിക്കുട്ടി കൺഗ്രാജുലേഷൻ എന്ന് പറഞ്ഞു. പ്രധാനമന്ത്രി മുമ്പേ കണ്ടപ്പോൾ ഇതുപോലെ പറഞ്ഞ ആശംസ അറിയിച്ചത് കിട്ടിയെന്ന് പറഞ്ഞു. ഹിന്ദിയിൽ അയച്ചു തന്നു. അങ്ങനെ സർട്ടിഫിക്കറ്റൊക്കെ അല്ല അനുമോദന കത്തൊക്കെ കിട്ടിയായിരുന്നു. നമ്മളിത് ഒരു സുപ്രഭാതത്തിലല്ല അറിഞ്ഞത്. രാത്രി ഒരു 7 മണിയോടെ അടുത്ത് കാണും. അപ്പോഴാണ് കളക്ടർ മാഡം വാസുകിയാണ് വിളിച്ചു പറഞ്ഞത് ഫോണിൽ, ഇങ്ങനെ പത്മശ്രീ അനുവദിച്ചെന്ന്. ഇതൊരു പാട്. നമ്മൾ അവാർഡിന് പണത്തിന് വേണ്ടി അല്ലല്ലോ ചെയ്യണേ. ഒരു പ്രാണൻ വേദന കൊണ്ട് പടയുമ്പോൾ അതിനെങ്ങനെ രക്ഷപ്പെടുത്താന്നല്ലേ നോക്കുള്ളൂ. 49ാമത്തെ വർഷമാണ് ഇതിപ്പം ഞാൻ ചികിത്സ തുടങ്ങിയിട്ട്. എൻ്റെ 28ാം വയസ്സിൽ തുടങ്ങിയതാ. ഇപ്പൊ 77 വർഷമായില്ലേ. അന്നേ തുടങ്ങി. പട്ടിണിയുള്ള കാലത്തും നെടും വെട്ടി തിന്നും രോഗികൾക്ക് കൊടുത്തുമൊക്കെ നമ്മൾ കഴിഞ്ഞു വരാം. പാമ്പൂലാണ് തുടങ്ങി. ഒരു ശംഖ് വരേന ആദ്യം തുടങ്ങിയത്. അപ്പോഴും എൻ്റെ ഒരു വെട്ടത്തിലൊരു മതിനിയാരാണ് ഇവിടെ നിന്ന് കോഴി തൊഴിലിട്ട് പോയപ്പോൾ വഴി വെച്ച് പറ്റി തിരിച്ചു വന്നു. അപ്പൊ അമ്മ പറഞ്ഞു, പിന്നെ അക്കച്ചി എന്തെങ്കിലും ചെയ്ത് കാണുവന്നെ.
അങ്ങനെയാണ് ഞാൻ ഇത് നോക്കി മരുന്നൊക്കെ കൊടുത്ത്. പിന്നെ ഇപ്പം പത്മശ്രീ പുരസ്കാരം അല്ലാണ്ട് വേറെ ഒരുപാട് പുരസ്കാരങ്ങൾ, അതായത് അഗസ്ത്യപുത്രി പുരസ്കാരം, നാട്ടുവൈദ്യരത്ന, അങ്ങനെയുള്ള ഒരുപാട് പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അതിന്റെ ഓർമ്മകളും അനുഭവങ്ങളും ഒക്കെ എങ്ങനെയാണ്? ഞാൻ എന്നെ പറ്റി വിലയിരുത്തൂലല്ലോ. കാരണം എനിക്ക് 95 നാട്ടുവൈദ്യരത്നം അത് ഗവേഷണത്തിനൊരു ചെടി കൊടുത്തു. അവർ അതിനിപ്പം ക്യാൻസറിനൊരു മരുന്ന് അതിൽ നിന്ന് വികസിപ്പിച്ചെടുത്തു, ബൊട്ടാണിക്കൽ ഗാർഡൻ. അങ്ങനെ 87 ഡോക്ടർ വന്ന് പരിചയപ്പെട്ടു, ഡോക്ടർ രാജശേഖരൻ. അങ്ങനെ അത് പറഞ്ഞാൽ നീണ്ടു പോകും. പിന്നീട് അതിനുശേഷം എല്ലാ സമ്മേളനത്തിലും വിളിക്കും. അവരിവിടെ വരും, പഠിക്കാനുള്ള വിദ്യാർത്ഥികളെയും കൊണ്ട് ഇവിടെ വരും. പിന്നെ അങ്ങനെയാണ് ഈ നാട്ടുവൈദ്യ സമ്മേളനത്തിൽ കേരള സർക്കാരിൻ്റെ അവാർഡായിട്ട് തന്നത്. തന്നുന്തരമൂർത്തിയുടെ വെങ്കല ശില്പവും പിന്നെ 5001 രൂപയും കിട്ടി, സർട്ടിഫിക്കറ്റും ഇവിടെ കാണണം, അവാർഡ് പത്രവും തന്നു. അത് കടവൂർ ശിവദാസനാണ് അദ്ദേഹമാണ് അന്നത്തെ മന്ത്രി. അദ്ദേഹം തന്നെ ബൊട്ടാണിക്കൽ ഗാർഡനിൽ. അതിന് ശേഷമാണ് ഇന്ന് വൈദ്യന്മാർ ഇവിടെ തല പൊന്തിയത്. ഇന്ന് കുറെ പേരൊക്കെ വൈദ്യന്മാരെ ലിസ്റ്റിലുണ്ട്. ചെയ്യണത് 4-1 പാരമ്പര്യ വൈദ്യത്തെ അംഗീകരിക്കാൻ ഇപ്പൊ പലർക്കും മടിയായിട്ടുള്ള ഒരു സമയമാണ്. അപ്പൊ അതിനെ പറ്റിയുള്ള അഭിപ്രായം എന്താണ്? പാരമ്പര്യം എന്ന് വെച്ചാൽ കാരണം ഇന്നിപ്പോ എളുപ്പത്തിന് എന്ത് പറ്റിയാലും അലോപ്പതി കൊണ്ടുപോടും. അവിടെ ചെന്നൊരു ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ ഡോക്ടർ എടുക്കുന്ന ഗുളികയും വിഴുങ്ങി. അലോപ്പതിക്ക് കെമിക്കലുണ്ട്, പക്ഷെ നമ്മുടെ ഈ പച്ചിലക്ക് കെമിക്കലില്ല, പാർശ്വഫലങ്ങളുണ്ട്. അതാണ് ഇപ്പം കിഡ്നി തയ്യാറായിട്ട് വന്ന് 2-3 പയ്യന്മാർ വന്നപ്പം ഞാൻ പറഞ്ഞു ഞാൻ കൊടുക്കൂലെന്ന്. ഒരു കിഡ്നിക്ക് പ്രശ്നമില്ല, ഞാനും ചെയ്ത് നോക്കിയതാണ്. എനിക്ക് പറ്റിയപ്പോൾ എനിക്ക് മനസ്സിലായി അതെന്താണ് കുഴപ്പമെന്ന്. കാരണം കിഡ്നിയാണല്ലോ അരയ്ക്കണ യന്ത്രം, അത് കേടായ ദഹനം ശരിയാവില്ല. അപ്പോഴും മനസ്സിലാവും ഇതാണ് സംഭവം. തിരുനാകാരം ഇവിടെ വന്നിരിക്കും, അഥവാ ആനപ്പിണ്ടം പോലെ ആയിരിക്കും ടോയ്ലറ്റിൽ പോയാലും, അങ്ങനെ ആവും, ദഹനം ശരിയാവില്ല. അപ്പോഴും കിഡ്നിയുടെ കുഴപ്പമൊന്നും മനസ്സിലാവും. അങ്ങനെ ഞാൻ 7 ദിവസം തിന്നാൽ മാത്രം മതി മരുന്ന്. പച്ചില ഉണ്ട് ഇഷ്ടം പോലെ, തിന്നാൻ കട്ടിയാ, പക്ഷെ തിന്നാൻ ഓക്കെ ആയി. അങ്ങനെ 2 കിഡ്നിയും തരാറ് ഞാൻ അങ്ങനെ കൊടുക്കുന്നു. അപ്പോഴും ഒരു ഡോക്ടർ, അവരെ ചികിത്സിക്കുന്ന ഡോക്ടർ പറഞ്ഞു അലോപ്പതി കെമിക്കലാണ്, മറ്റേ കെമിക്കലല്ല, അവർ ആയുർവേദം കെമിക്കലല്ല, കഴിക്കണ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അവന്മാർ വന്ന് ഞാൻ മടിച്ച് പിന്നെ ചെടി കൊടുത്തു അവരരച്ച് തിന്നാൽ മതി. പിന്നീട് വന്ന് പറഞ്ഞു അമ്മേ ഇപ്പം ഞങ്ങൾക്ക് എല്ലാ ആഹാരവും തിന്നാൻ പറ്റും, കുഴപ്പമില്ല മാറി. ഈയിടയ്ക്കും വന്ന ഒരാൾ ഇതുവരെ പ്രശ്നമായിട്ട്, അപ്പോൾ ഒരു ഡോസ് കൊടുത്ത് പറഞ്ഞ് കുറവുണ്ടെന്ന്, കുറഞ്ഞു തുടങ്ങി, ആശ്വാസമായി തുടങ്ങി. അവന് 2ാമതും കൊടുത്തു, പറഞ്ഞ് കുഴപ്പമില്ല, മാറിയൊന്നുമില്ല അസുഖം. അങ്ങനെ കിഡ്നിക്ക് നമ്മളെ പച്ചിലയിലുണ്ട് മിക്കതും. ഇനി നമുക്ക് ഓണക്കാലത്തെ കുറിച്ചുള്ള ഓർമ്മകളിലേക്ക് വരാം. നേരത്തെ പറഞ്ഞപ്പോൾ ചെറുപ്പകാലത്തെ ഓർമ്മകളൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ എങ്ങനെയായിരുന്നു കാട്ടിലെ ഒരു ഓണം അല്ലെങ്കിൽ ഒരു ഓണ സംസ്കാരങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഓണം അത് പണ്ട് 10-30 വർഷത്തിന് മുമ്പേ നമ്മുടെ വിളവുള്ള കാലത്ത്, അതായത് പറഞ്ഞ് 70-75 വരെ ഓണം ഉണ്ടെന്ന് പറയാം. പിന്നീട് ഓണം മാഞ്ഞു ഇപ്പം വെറും സ്വപ്ന ലോകം പോലെ. കാരണം പണ്ടത്തെ ഓണമാണ് ഓണം. നെല്ല് ഈ സമയത്തൊക്കെ നമ്മൾ പുഴുക്കൊലൊക്കെ ഉണക്കാൻ പെടുന്ന പാട്. നെല്ല് അറുത്ത് കൊണ്ടുവന്ന് ചവിട്ടി മെതിച്ച് എടുത്ത് അവിച്ച് തറയിലോ തട്ടുമ്പുറത്തിട്ട് ഉണക്കി അരി കുത്തി എടുത്ത് അരിയാക്കിയാൽ പെണ്ണുങ്ങൾ വന്ന് കുത്തിത്തരും, കൂലി കൊടുക്കും. നമ്മൾ അവർക്ക് ഓണം വെക്കാനുള്ള അരിയും കറിയൊക്കെ കൊടുക്കും. മലക്കറിയെല്ലാം വിളയിലുണ്ട്. മുള്ളം കത്തിരി എന്ന് പറയും, വെള്ളരിക്കയുടെ മോഡലാണ്. ഈ വണ്ണമൊക്കെ വരും, ഇത്ര നീളം വരും, നല്ലതാണ്. പച്ച ഇന്നലെ ഒരു മായമില്ല. നമ്മൾ വിളയിൽ നട്ടുണ്ടാക്കി തട്ടുമ്പുറത്തിട്ട 1 വർഷം വരെ കേടുകൂടാതെ കിടക്കും വെള്ളരിക്ക. ആവശ്യത്തിന് എടുക്കും, പോഹയൊക്കെ കഴുകി കളഞ്ഞ് ചെത്തിയെടുത്ത് കഴിയുമ്പോൾ ഒറിജിനൽ വെള്ളരിക്ക. ഇന്നത്തെ മലക്കറിയൊക്കെ തന്നെ വിഷമയമില്ല, നമ്മൾ എല്ലാം വിളയിച്ചെടുക്കണതാണ്. ഇപ്പോൾ ഒന്നുമില്ല. അന്നൊക്കെയാണ് ഉത്സാഹം എന്നുവെച്ചാൽ അന്ന് മിക്കവാറും ചില വർഷങ്ങളിൽ പട്ടിണിയായിരിക്കും. ഒരു വേറെ ആഹാരം നിറയെ ഉല്ലാസത്തോടെ എല്ലാവരും കൂട്ടായ്മയോടെ തിന്നണമെങ്കിൽ ഓണം പോലത്തെ നാൾ വരണം. എന്നാൽ അതിന് പിള്ളേർ പലതരം കളിയും കൊണ്ട് കിടക്കും. ആണുങ്ങൾ ചാടയിത്തെന്നും പറഞ്ഞൊരു കളിയുണ്ട്. പന്ത് കളിക്കുന്നതിൻ്റെ ഇതാണ്. എവിടെയെങ്കിലും മൈതാനം ചെത്തിയിടും. ഈ വണ്ടിച്ചക്രം പോലെ വാഴക്കരിയിലുണ്ട് പൊതിഞ്ഞു കെട്ടാണ്. ഉരുട്ടി വിടുമ്പോൾ എയ്ത് പിടിപ്പിക്കണം, വില്ലും അമ്പും വെച്ച് എയ്ത് നടുമധ്യം കൊള്ളിക്കണം. അതാണ് ചാടയിത്ത്. ചാട്ടുംകളം എന്ന് പറയും, പന്തടിക്കള. പന്ത് കളിക്കണമെങ്കിൽ വാഴക്കരിയിലേക്ക് കെട്ടി പന്ത് കളിക്കും. പെണ്ണുങ്ങൾ ഊഞ്ഞാലാട്ടം ചെയ്യും. പെണ്ണുങ്ങൾ ഒത്തിരി ആവുന്നവരൊക്കെ സത്യം ഒരുക്കട്ടോ. പിള്ളേർ കളി, പലതരം കളി. പിന്നെ എത്ര തിരക്കായാലും കാരണവന്മാരെ കാണാൻ പോകണം രാവിലെ.
പെണ്ണും മാപ്പിളയും കുഞ്ഞു കുട്ടി ഉൾപ്പെടെ പോറ്റി മുത്തന്മാരെയൊക്കെ കണ്ട് അവലും പൊതിയൊക്കെ കാഴ്ച വെച്ച് അവർ കൊടുക്കുന്ന മഞ്ഞക്കോടിയ വല്ലതൊക്കെ സന്തോഷം. മഞ്ഞക്കോടിയാണ് പ്രധാനം. അങ്ങനെയൊക്കെയാണ് അന്നത്തെ കാലം. മുതിർന്നവരെ വീട്ടിൽ പോയി കാണണം. ഇന്നാരും വരും. നിലം താകിടം പറഞ്ഞു. അന്നേരം ഉണ്ടെങ്കിൽ ടി വിയാ. അതാണ് പറഞ്ഞത്, മൂത്തവർ കുപ്പിയിൽ പിള്ളേർ ടി വിയിൽ. പിന്നെ ആരുണ്ട് എതിരേൽക്കാൻ? മാവേലി വന്നാൽ. മാവേലി എന്ന് പറയുന്നത് നമ്മളുടെ വംശാവലിയാണ്, മഹാബലിയല്ല. മാവേലൻ വേലസ്ഥാനം. മലവേലന്മാർ. നമ്മൾ മലവേലന്മാർ. നാട്ടിലുള്ളത് നാട്ടുവേലന്മാരെന്ന് പറയും, നാട്ടുകാണിക്കാരെന്ന് പറയും. അങ്ങനെ മലവേലന്മാർ. ആ മലവേലനാണ് മാവേലൻ. മാവേലനൊക്കെ ചതിച്ച് നേരായ ഇന്നും അന്നും ശരി ആദിവാസികൾ നേരെ ചൊവ്വയെ ജീവിക്കണമെങ്കിൽ അവരെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കും. അത് പുരാണത്തിൽ പറയണതല്ല, സംഭവമാണ്, കഥയാണ്. കേരള ഉൽപ്പത്തി കാലം തൊട്ടേ കേരളത്തിൽ പരശുരാമൻ കൊണ്ട് കുടിയാക്കിയ വംശാവലിയാണ് നമ്മൾ. ചേട്ടത്തി മക്കൾ നമ്മൾ മലയിൽ കയറി, നാട്ടുകാർ വന്ന് തള്ളിയപ്പോൾ അനിയത്തി മക്കൾ കടൽ നോക്കിപ്പോയത് കടലരയരായി. മുക്കോരും കാണിക്കാരും മലയേറിയമാരും അങ്ങനെ ബന്ധമുണ്ട്. പണ്ട് നമ്മൾ ആൾക്കാർ കടപ്പുറത്ത് പോയാൽ അവർ ചേട്ടത്തി എന്നെ വിളിക്കും. നമ്മൾ അവരെ കണ്ട അനിയത്തി അങ്ങനെ കുഞ്ഞമ്മേരെ മക്കൾ. അങ്ങനെയാണ് പാരമ്പര്യം. പരാശരനും ഇങ്ങനെ കാളിയുമായിട്ടുള്ള ബന്ധമല്ല നമ്മളെ ഈ നാട്ടിലെ മുക്കോര്, കേരളത്തിലെ. ഇങ്ങനെയാണ് വംശാവലി. അത് നമുക്ക് വാമൊഴി കഥ തലമുറയായി പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ എഴുതിയായിരുന്നു അത്. പുതിയ മണ്ണെന്നൊരു കഥാപ്രസംഗം സ്കൂളിലൊരു കുട്ടിക്ക് എഴുതി. അതിൽ ഞാൻ ഇതാണ് ചരിത്രം കേരളോൽപ്പത്തി, പുതിയ മണ്ണ്. ഇപ്പം ലക്ഷ്മിക്കുട്ടിയമ്മ എഴുതുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ ഓണത്തെ കുറിച്ച് എഴുതിയ കവിത എന്തായാലും ഉണ്ടാവും. അപ്പൊ ആ കവിത ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പാടിത്തരൂ. ലോകമെന്നിൻ പോക്കിൽ നൊന്തു ഞാൻ ഏകാന്തമായി ഇരിക്കുമ്പോൾ ഒരു ചെറുകാറ്റ് വന്നോതി കാതിൽ നാളെയാണത്ത പുലരി. 10 നാൾക്കുള്ളിലിങ്ങയ്യോ നമ്മൾ എന്തെല്ലാം ഒപ്പിച്ചു കൂട്ടും. മുട്ടിലിഴയുന്ന കുഞ്ഞും കളിപ്പന്തിനായി കൈനീട്ടി നിൽക്കും. ചന്തന്തരിവള വേണം, ഓണക്കോടി പലതരം വേണം. ഉണ്ണാനുടുക്കാനും പോരാ, ഗൃഹനാഥൻ മിനുങ്ങാനും വേണം. ഉണ്ണാനുടുക്കാനും പോരാ, ഗൃഹനാഥൻ മിനുങ്ങാനും വേണം. പൊന്നോണമാണത്രേ ഓണം, മലനാടിനെ നാറ്റിക്കും ഓണം. കള്ളത്തരങ്ങൾ മുഴുത്തു, നാട്ടിൽ തല്ലും കൊലയും പെരുത്തു. ആഡംബരം കാട്ടി വാഴാൻ പണം കിട്ടാൻ പല വഴി നോക്കും. ക്ലേശങ്ങളൊക്കെ മറന്നിട്ടാൾക്കാർ നെട്ടോട്ടമോടുന്നു നീളെ. ഉത്രാടപ്പാച്ചിൽ കണ്ടു ഞാനും കണ്ടുറിച്ചന്തിച്ചു നിൽക്കേ. പുത്തുമ്പി വന്നെന്നോടോതി കാതിൽ നാളെയാണോണപ്പുലരി. മാവേലി തമ്പുരാൻ വന്നു നമ്മെ തൃക്കണ്ണു പാർക്കും സുദിനം. ഒരുക്കുകൾ പലതരം വേണം മഹാമന്നനു നിത്യമൊരുക്കാൻ. മാളിക മുറ്റത്തും ചെറ്റമാടത്തിലും ചന്തത്തിൽ പൂക്കളം വേണം. ദുരിതങ്ങളെല്ലാം മറന്നു നാട്ടാർ സന്തുഷ്ടരാകട്ടെ നാളെ. കാടകത്തിൽ വളർന്ന കാട്ടുചെടികളെ സ്നേഹിച്ച് ഇപ്പൊ ഒരു പാരമ്പര്യ ചികിത്സാ രീതിയിൽ തന്നെ വളരെ വലിയൊരു ചരിത്രം സൃഷ്ടിച്ച് ഇപ്പൊ ആ ഒരു മേഖലയിൽ പത്മശ്രീ പുരസ്കാരം വരെ നേടിയ ഒരു വ്യക്തിയാണല്ലോ ലക്ഷ്മിക്കുട്ടിയമ്മ. അപ്പൊ ഇത്രയും നേരം ഞങ്ങൾക്കായി ഈ സമയം ചെലവഴിച്ചതിന് ഒരുപാട് നന്ദി. ഒരിക്കൽ കൂടി ഹൃദയത്തിന്റെ ഭാഷയിൽ ഓണാശംസകൾ നേരുകയാണ്. നന്ദി, നമസ്കാരം.